Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പവർ ബാങ്ക് ആണ്. റോമോസിന്റെ 8mm സീരീസിലുള്ള ഒരു പവർ ബാങ്ക് ആണ്. ഇത് 11000 mAh കപ്പാസിറ്റി ഉള്ള പവർ ബാങ്ക് ആണെങ്കിലും നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു പവർ ബാങ്ക് ആണ്. ഇത് നോക്കുക, അത്രയ്ക്ക് ചെറിയൊരു പവർ ബാങ്ക്, 10000 mAhന്റെ പവർ ബാങ്ക് ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിയതാണ്. ആദ്യം അവനൊരു പവർ ബാങ്ക് വാങ്ങി, അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്തു. സാധനം ഇഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരു പവർ ബാങ്ക് കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി എനിക്ക് തന്നതാണ്. അവൻ ഇതുവരെ ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് നോക്കാം. ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണിത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പവർ ബാങ്ക്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ചൈനീസിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു അൺബോക്സ് ചെയ്ത പീസ് ഒന്ന് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ തന്നെ ഒരു ബോക്സും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് റോമോസ് 8 സീരീസ് പവർ ബാങ്ക് 10000 mAh, അതുപോലെ സപ്പോർട്ടിംഗ് ലൈറ്റ്നിങ് 2.1 ആംപിയർ, മൈക്രോ 2.1 ആംപിയർ, ഡുവൽ ഇൻപുട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ, ഡുവൽ ഔട്ട്പുട്ട്, ഫ്രീ മൈക്രോ USB കേബിൾ, 2.1 ആംപിയർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റോമോസിൻ്റെ QR കോഡ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ പിൻഭാഗത്തും കുറച്ച് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഒരു പവർ ബാങ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പവർ ബാങ്ക്. രണ്ടും സെയിം കളറുള്ള തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം, ഇതാണ് പുതിയത്. ഇവിടെ കല്ലിരിക്കുന്നത്, വലത്തെ കല്ലിരിക്കുന്നത് പഴയത്. അപ്പോൾ അതിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലൊക്കെയാണ്. എല്ലാം ചൈനീസിലാണ്, നമുക്ക് മനസ്സിലാവില്ല. പിന്നെയുള്ളതൊരു മൈക്രോ USB കേബിൾ. അപ്പോൾ നമ്മൾ ഈ പവർ ബാങ്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് മുകളിലായിട്ട് റോമോസ് എന്നുള്ള ആ ഒരു ഡിസൈൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 2 USB ഔട്ട്പുട്ടുകളാണുള്ളത്. ഇവിടെ മുകളിൽ കാണുന്ന ഒറ്റ ഒരു ചാർജിങ്ങിൻ്റെ സിമ്പിളുള്ള അതിൽ നമുക്ക് ലഭിക്കുക 5 വോൾട്ടും 1 ആംപിയറും ആണ്. അതുപോലെ 2 ചാർജിങ്ങിൻ്റെ സിമ്പിളുള്ളതിൽ നമുക്ക് ലഭിക്കുന്നത് 2.1 ആംപിയറും ആണ്. പിന്നെ നമുക്കിവിടെ 4 LED ഇൻഡിക്കേറ്റർ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ള ആ കേബിൾ വഴി, സാധാരണ ആൻഡ്രോയിഡിൻ്റെ കേബിൾ വഴി നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ഐഫോണിൻ്റെ കൂടെയുള്ള കേബിൾ വഴി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ രീതിയിൽ കാണുന്ന ഈ ഒരു പവർ ബാങ്കുകളിലൊന്നും ഐഫോണിൻ്റെ കേബിൾ വഴി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു പവർ ബാങ്ക് ആണിത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൻ്റെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യുന്നതിനായിട്ട് പറ്റും. ഒരു എക്സ്ട്രാ കേബിളോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കണക്ടറൊന്നും നിങ്ങൾ ഇതിനു വേണ്ടി കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കാണുന്നത് ഇവിടെ ഒരു പവർ ബട്ടണാണ്. ഈ പവർ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 LED കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നോക്കാം, അപ്പോൾ അതിനർത്ഥം 75% ചാർജ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പവർ ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഈ ഒരു പവർ ബാങ്കിൻ്റെ മുകളിൽ, പുതിയ പവർ ബാങ്കിൻ്റെ മുകളിൽ ചൈനീസിലാണ് എഴുതിയിട്ടുള്ളത്. ഫോക്കസ് ആവുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പഴയ പവർ ബാങ്കിൻ്റെ മുകളിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ വായിച്ചുതരാം. 10000 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. അതുപോലെ ഇൻപുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2.1 ആംപിയർ ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2.1 ആംപിയർ ആണ് മാക്സിമം. മറ്റ് ലീഗൽ സിമ്പിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 10000 mAhന്റെ പവർ ബാങ്ക് 2.1 ആംപിയർ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പവർ ബാങ്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 100% ചാർജ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു വലിപ്പമാണ്. നോക്കുക, എൻ്റെ കൈവെള്ളയിൽ ഞാൻ വെച്ച സമയത്ത് ഇത്ര മാത്രമാണ് ഇതിന് സൈസ് ഉള്ളത്. നമുക്ക് വളരെ കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പവർ ബാങ്കാണിത്. ഇതിനു മുമ്പ് ഞാൻ ഹുവാവേയുടെ ഹോണർ സീരീസിലുള്ള ഒരു പവർ ബാങ്ക് 10000 mAhന്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പവർ ബാങ്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരുന്നു. കട്ടി പക്ഷേ ഇതിനേക്കാളും കുറവായിരുന്നു. എങ്കിലും അത് വലിപ്പം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ വളരെയധികം സൈസ് കുറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയെല്ലാമാണ് ഈ പവർ ബാങ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം, ഇതിൻ്റെ ഈ ഒരു പവർ ബാങ്ക് വാങ്ങുന്നതിനുള്ള ലിങ്കൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ പോയി വാങ്ങാവുന്നതാണ്. ഒപ്പം ഞാൻ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു പവർ ബാങ്ക് ഞാൻ ഇവിടെ വാങ്ങിയത്, എൻ്റെ സുഹൃത്ത് ഇവിടെ വാങ്ങിയത് zook.com നിന്നാണ്. ഇതിന് 45 ദിർഹംസായി, നാട്ടിൽ ഏകദേശം 900 രൂപ, 1000 രൂപയ്ക്ക് അടുത്ത്. എന്നാൽ ഇതേ പ്രൊഡക്റ്റിൻ്റെ വില ഞാൻ ആമസോണിൽ നോക്കിയ സമയത്ത്, നമ്മുടെ നാട്ടിലെ ആമസോണിലൊക്കെ നോക്കിയ സമയത്ത് ഇതിൻ്റെ വില 4200 രൂപയാണ്. 4200 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പവർ ബാങ്ക് നാട്ടിൽ നിന്ന് വാങ്ങുന്നത് മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട്
അന്നേരം നിങ്ങൾ ഇതിൻ്റെ വില കുറയുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാര്യം നോക്കുക. ഒരു പക്ഷേ എന്തെങ്കിലും നല്ലൊരു ഓഫറൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് വില 4500 ആണെങ്കിലും ഭാവിയിൽ ഇതിന് വില കുറയാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. ഒരു പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പവർ ബാങ്ക് ചൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അന്നൊരു പക്ഷേ വില കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ ലഭിക്കുന്നത്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് താഴേക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ UAE താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു വില കുറഞ്ഞ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം. ബൈ.